ഹേ എവരിവൺ, ഏതൊരു ബിഗിനേഴ്സിനും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിക്ക് വെറും 4 എപ്പിസോഡ് മാത്രമുള്ള ഒരു മിനി ട്രേഡിംഗ് ലേണിംഗ് സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മേജർ ആയിട്ട് 4 ടോപ്പിക്സ് ആണ്. ഈ ഒരു ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗിൽ തന്നെ ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളാണ്. സോ നിങ്ങൾ ഒരു നോട്ടോ പെന്നോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റിപ്പീറ്റ് അടിച്ച് കണ്ടാലും മതി. ഇതിൽ ഒന്നാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നത് വാട്ട് ഈസ് ട്രേഡിംഗ്, രണ്ടാമത്തെ ടോപ്പിക്കിൽ വരുന്നത് ടൈപ്സ് ഓഫ് മാർക്കറ്റ്, മൂന്നാമത്തെ ടോപ്പിക്കിൽ കോഡ് കറൻസി ആൻഡ് ബേസ് കറൻസി ആൻഡ് നാലാമത്തെ ടോപ്പിക്കിൽ പിപ്സ് ആൻഡ് ലോട്ട് സൈസ്. സോ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് തുടങ്ങാം. വാട്ട് ഈസ് ട്രേഡിംഗ്. ഞാനൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ക്ലിയർ ആവും. നമ്മുടെ അടുത്തൊരു ടൗൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു ടൗണിൽ ഒരു മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റിൽ നോർമലി എന്താ സംഭവിക്കുക, ഒരു സാധനം വിൽക്കുകയോ മേടിക്കുകയോ ചെയ്യും അല്ലേ. അപ്പം ഒരു അസറ്റ് നമ്മുടെ കയ്യിലുള്ള അസറ്റാണ്, അതിന്റെ വില കൂടി നിൽക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യും, അത് വിൽക്കാനേ ശ്രമിക്കത്തുള്ളൂ. അതേപോലെ മാർക്കറ്റിൽ ഒരു അസറ്റിന് വില കുറഞ്ഞു നിൽക്കുക. സോ നമ്മൾ ആ ടൈമിൽ എന്ത് ചെയ്യും, അത് എത്ര വേണേൽ മേടിക്കാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ട്രേഡിംഗിൽ നടക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നമ്മളുടെ കയ്യിലുള്ള സാധനം വിൽക്കുകയോ മേടിക്കുകയോ ചെയ്യുന്നത്. സോ ഇത് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ വിൽക്കുകയോ മേടിക്കുകയോ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള സാധനം ഉള്ളതെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇപ്പോൾ സ്റ്റോക്ക് ആകാം, കറൻസികളാകാം, അതേപോലെ ക്രിപ്റ്റോ കറൻസികളാകാം, അത് ഡിജിറ്റൽ അസറ്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ഇത് വിൽക്കാനും വാങ്ങാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മാർക്കറ്റുകൾ വേണം. നോർമൽ ടൗണിലുള്ള മാർക്കറ്റുകൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫിസിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കാനോ മേടിക്കാനോ വേണ്ടി. പക്ഷേ നമ്മുടെ കയ്യിൽ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റുകളാണെങ്കിൽ നമുക്ക് അതിന് വേണ്ട മാർക്കറ്റുകൾ വേണം. സോ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മാർക്കറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു അസറ്റുകൾ, ഡിജിറ്റൽ അസറ്റുകൾ നമുക്ക് വിൽക്കാൻ വേണ്ടി മാർക്കറ്റുകൾ വേണം. അതിനായിട്ട് മേജർ ആയിട്ടുള്ള ഏതൊക്കെ മാർക്കറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഡിജിറ്റൽ ആയിട്ടുള്ള അസറ്റുകൾ വിൽക്കാനോ മേടിക്കാനായിട്ട് മേജറായിട്ട് 3 മാർക്കറ്റുകളാണ് തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ വരുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റാണ്, രണ്ടാമത്തെ വരുന്നത് ക്രിപ്റ്റോ മാർക്കറ്റാണ്, മൂന്നാമത്തെ വരുന്നത് ഫോറക്സ് മാർക്കറ്റാണ്. സോ ഈ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ വരുമ്പോൾ നമ്മൾ ഇന്ത്യൻ കമ്പനികളുടെ ഷെയറുകളാണ് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത്. അതേപോലെ ക്രിപ്റ്റോ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ ക്രിപ്റ്റോ കറൻസികൾ, അതായത് ബിറ്റ് കോയിൻ, എതേറിയം പോലത്തെ കറൻസികളാണ്, അവിടെ ഡിജിറ്റൽ ആയിട്ടുള്ള കറൻസികളാണ് നമ്മൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത്. ഫോറക്സിലോട്ട് വരുമ്പോൾ നമ്മൾ കറൻസി പേരുകൾ, അതായത് ഓരോ രാജ്യത്തിന്റെ കറൻസി പേരുകളാണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്. സോ ഞാൻ കുറച്ചൊരു എക്സ്പ്ലനേഷൻ തരാം. ഈ ഒരു ഫസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഓരോ കമ്പനികളുടെ ഷെയറുകളാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കമ്പനികൾക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യും, അവരുടെ സ്റ്റോക്കുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യും. സോ നമ്മളിപ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സിന് അതിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ക്രിപ്റ്റോ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഡിജിറ്റൽ കറൻസികളാണ്. കാരണം അതെന്തിനാണ് നിർമ്മിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കറൻസി, ഫിസിക്കൽ ആയിട്ടുള്ള കറൻസി നമ്മൾ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ, ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലൊക്കെ കുറച്ച് ടൈം എടുക്കും. അതേപോലെ ഇതിനൊരു സെൻട്രലൈസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ക്രിപ്റ്റോയിലോട്ട് വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര ഹ്യൂജ് എമൗണ്ട് ആണെങ്കിൽ പോലും വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസികൾ നിർമ്മിക്കാനുള്ള കാരണം കൂടി. അപ്പം നെക്സ്റ്റ് വരുന്നത് മാർക്കറ്റ് എന്ന് വെച്ചാൽ ഫോറക്സ് മാർക്കറ്റാണ്. സോ ഫോറക്സ് മാർക്കറ്റിൽ വരുന്നത് കറൻസി പേരുകളാണ്. ഓരോ രാജ്യത്തിന്റെയും 2 കറൻസികൾ തമ്മിലേക്ക് അവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ എക്സാമ്പിൾ എടുത്താൽ യൂറോയും USD നമ്മളാണ് അവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ മേജർ ആയിട്ടുള്ള 3 മാർക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. സോ നമ്മളിവിടെ ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഫോറക്സ് മാർക്കറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫോറക്സ് മാർക്കറ്റ് ബേസ് ചെയ്തായിരിക്കും നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് വരുന്നത് ബേസ് കറൻസി എന്താണ്, കോഡ് കറൻസി എന്താണെന്നാണ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോറക്സ് മാർക്കറ്റിൽ ഓരോ കറൻസി പേരുകളാണ് ട്രേഡ് ചെയ്യുന്നത്. സോ നമുക്ക് 2 കറൻസികൾ വേണം. ഇപ്പോൾ എക്സാമ്പിൾ യൂറോ USD എടുത്തു കഴിഞ്ഞാൽ ഈ യൂറോ ആയിരിക്കും ഇതിന്റെ ബേസ് കറൻസി, USD ആയിരിക്കും കോഡ് കറൻസി. ഫസ്റ്റ് വരുന്ന കറൻസി ആയിരിക്കും അതിന്റെ ബേസും, സെക്കൻഡ് വരുന്ന കോഡ് കറൻസി ആയിരിക്കും. സോ ഈ ഫസ്റ്റ് വരുന്ന ബേസ് കറൻസിയാണ് നമ്മൾ സെക്കൻഡ് വരുന്ന കോഡ് കറൻസി ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പോൾ എക്സാമ്പിൾ USD JPY എടുത്തു കഴിഞ്ഞാൽ ഇതിൽ USD ആയിരിക്കും ഇതിന്റെ ബേസ് കറൻസി, JPY ആയിരിക്കും ഇതിന്റെ കോഡ് കറൻസി. അപ്പൊ നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എന്താണ്, ബേസ് കറൻസി, കോഡ് കറൻസി ആയിട്ടായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. ഒരു കറൻസി പെയർ ആയിട്ടായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. സോ ബൈയോ സെല്ലോ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കറൻസി പെയർ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതിൽ നമ്മൾ ഈ ബേസ് കറൻസി ആയിരിക്കും കോഡ് കറൻസി ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കാണ് പിപ്സ് ആൻഡ് ലോട്ട് സൈസ്. സോ എന്താണ് പിപ്സ് എന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ സപ്പോസ് ഒരു യൂറോ USDന്റെ ഒരു പോയിന്റ്, നിൽക്കുന്ന പ്രൈസ് ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 6 ആണെന്ന് വിചാരിക്കുക. അപ്പം അതിനകത്ത് അഞ്ചാമത്തെ ഡിജിറ്റ് ആയിരിക്കും ഒരു പിപ്പ് എന്ന് പറയും. സോ ഇതിൽ നിന്ന് 1 2 അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം അഞ്ചാമത്തെ ഡിജിറ്റ് 5 ആണെന്ന് വിചാരിക്കുക. സോ 5 4 ആയാലോ 5 6 ആയാലോ ആയിരിക്കും എന്താണ് ഒരു പിപ്പ് മൂവ്മെന്റ് ഇവിടെ മാറുന്നു പറയുക. അപ്പൊ ഈ പിപ്പ് മൂവ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് 100 രൂപയാണ്. സോ ഈ 100 രൂപയിൽ നിന്ന് 101 അല്ലെ 99, ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. നമ്മളൊരു പോയിന്റ് മാറി എന്ന് പറയാം, 1 രൂപ മാറി എന്ന് പറയും. അതേപോലെ ആ ഒരു കാൽക്കുലേഷൻ, എത്ര മാറി എന്നറിയാനുള്ള കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോറക്സ് മാർക്കറ്റിൽ പിപ്പ് യൂസ് ചെയ്യുന്നത്. സോ 5ാമത്തെ ഡിജിറ്റ് ആയിരിക്കും, 1 തൊട്ട് 5ാമത്തെ ഡിജിറ്റ്. ഇപ്പൊ USD JPY എടുത്തു കഴിഞ്ഞാൽ 123.123 ആണെങ്കിൽ അതിൽ ആ ഒരു 2 ആയിരിക്കും 5ാമത്തെ ഡിജിറ്റ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും 5ാമത്തെ ഡിജിറ്റ് ആയിരിക്കും എന്റെ പിപ്പ്. 6ാമത്തെ പിപ്പറ്റ്സ് ആയിരിക്കും എന്ന് വെച്ചാൽ 6ാമത്തെ ഡിജിറ്റ് 10 തവണ മാറിയാലായിരിക്കും 5ാമത്തെ ഡിജിറ്റ് 1 തവണ മാറി. ഇപ്പം നമ്മുടെ
ഒരു ക്ലോക്കിൽ 1 മിനിറ്റിന്റെ 60 സെക്കൻഡ് മാറിയാൽ 1 മിനിറ്റ് ആകുന്ന പോലെ തന്നെ അങ്ങനെ തന്നെ 5ാമത്തെ ഡിജിറ്റ് ഒരു പിപ്പ് മാറണമെങ്കിൽ 6ാമത്തെ ഡിജിറ്റ് അതായത് പിപ്പറ്റ്സ് 10 തവണ മാറണം. ഇനി നമുക്ക് ലോട്ട് സൈസ് എന്താണെന്ന് നോക്കാം. മാർക്കറ്റിൽ 3 മേജർ ലോട്ട് സൈസ് ആണ് വരുന്നത്. ഒന്നാമത്തെ 1 ലോട്ട്, അത് സ്റ്റാൻഡേർഡ് ലോട്ടായിട്ട് പറയുന്നു. സോ അതിൽ നമ്മൾ 1 ലക്ഷം യൂണിറ്റ്സ് ഓഫ് കറൻസി ആയിരിക്കും ബൈയോ സെല്ലോ ചെയ്യുന്നത്. രണ്ടാമത്തെ വരുന്നത് 0.1 ലോട്ട്, അത് മിനി ലോട്ടാണ്. മിനി ലോട്ട് നമ്മൾ 10,000 യൂണിറ്റ്സ് ഓഫ് കറൻസി ആയിരിക്കും ബൈയോ സെല്ലോ ചെയ്യുന്നത്. മൂന്നാമത്തെ വരുന്നത് 0.01 ലോട്ട്, അതായത് മൈക്രോ ലോട്ട്. മൈക്രോ ലോട്ടിൽ നമ്മൾ ബൈ ചെയ്യുന്നത് 1000 യൂണിറ്റ്സ് ഓഫ് കറൻസി ആയിരിക്കും. ഈ ലോട്ട് സൈസ് പിപ്സുമായിട്ടും അതുപോലെ ബേസ് കറൻസി, കോഡ് കറൻസി ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കാം. സപ്പോസ് നമ്മളിവിടെ ഒരു ഫുൾ ലോട്ടാണ് ബൈ ചെയ്യുന്നത് വിചാരിക്കുക, അതായത് സ്റ്റാൻഡേർഡ് ലോട്ട് 1 ലക്ഷം യൂണിറ്റ്സ് ഓഫ് കറൻസി. അപ്പോൾ നമ്മൾ ഈ 1 ലക്ഷം യൂണിറ്റ്സ് ഓഫ് കറൻസി മേടിക്കുന്ന, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കറൻസി പെയറാണ് നമ്മൾ ബൈയോ സെല്ലോ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ബേസ് കറൻസിയാണ് ഈ 1 ലക്ഷം യൂണിറ്റ് മേടിക്കുന്നത്. എന്ന് വെച്ചാൽ യൂറോ USD എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ യൂറോ ആയിരിക്കും നമ്മൾ 1 ലക്ഷമായിട്ട് മേടിക്കുന്നത്. ഐ മീൻ 1 ലക്ഷം യൂറോ ആയിരിക്കും നമ്മൾ അവിടെ മേടിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഒരു USD ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി. ഇവിടെ കമ്പയറിംഗ് ആണ് നടക്കുന്നത്. സോ ബേസ് കറൻസി ആയിരിക്കും നമ്മളിവിടെ ലോട്ട് സൈസിൽ മേടിക്കുന്നത്, ഒരു കോഡ് കറൻസി ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി. അതേപോലെ USD JPY എടുത്തു കഴിഞ്ഞാൽ USD ആണ് നമ്മൾ ബേസ് കറൻസി ആയിട്ട് വരുന്നത്. സോ 1 ലക്ഷം ഐ മീൻ ഒരു സ്റ്റാൻഡേർഡ് ലോട്ടാണ് നമ്മൾ ബൈ ചെയ്യുന്നതെങ്കിൽ 1 ലക്ഷം USD ആയിരിക്കും നമ്മൾ ബൈയോ സെല്ലോ ചെയ്യുന്നത്. അതിൽ ഒരു കോഡ് കറൻസി അതായത് JPY ആയിട്ട് ഈ 1 ലക്ഷം യൂണിറ്റ്സ് ഓഫ് കറൻസി ഐ മീൻ 1 ലക്ഷം യൂണിറ്റ്സ് ഓഫ് USD ആണ് ഒരു JPY ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. ഐ മീൻ ഇതിൽ കമ്പയറിംഗ് ആണ് നടക്കുന്നത്. ലോട്ട് സൈസ് എങ്ങനെയാണ് പിപ്പിലുമായിട്ട് കണക്ഷൻ വരുന്നത് കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് മേടിച്ചാൽ, അതായത് 1 ലക്ഷം യൂണിറ്റ്സ് ഓഫ് കറൻസി മേടിച്ചാൽ ഒരു പിപ്പ് മൂവ്മെന്റ് നിങ്ങളുടെ പ്രൈസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ $10 ആണ് പ്രോഫിറ്റോ ലോസോ കിട്ടുക. എങ്കിൽ നിങ്ങൾ ഇപ്പോൾ 1 ലക്ഷം യൂണിറ്റ്സ് ഓഫ് കറൻസി മേടിച്ചു, ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് ബൈ ചെയ്തു അല്ലെങ്കിൽ സെല്ല് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ പ്രൈസിൽ നിന്ന് എന്ത് സംഭവിച്ചു? യൂറോ യൂസ് ചെയ്യുന്ന ഒരു പിപ്പ് മൂവ്മെന്റ് താഴോട്ടോ മുകളിലോട്ടോ മാറി. അങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ നഷ്ടമോ അല്ലെ പ്രോഫിറ്റോ വരുന്നത്. എത്രയായിരിക്കും? $10 ആയിരിക്കും. അതേപോലെ ഇപ്പോൾ 0.1 ലോട്ട്, അതായത് ഒരു മിനി ലോട്ടാണ് നിങ്ങൾ ബൈ ചെയ്യുന്നത്. 10,000 യൂണിറ്റ്സ് ഓഫ് കറൻസിയാണ് ബൈ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഒരു പിപ്പ് മൂവ്മെന്റിന് വരുന്നത് $1 മാറ്റമായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ എന്താണ് 0.01 അതായത് മൈക്രോ ലോട്ടാണ് നിങ്ങൾ മേടിച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരു പിപ്പ് മൂവ്മെന്റ് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വരുന്ന മാറ്റം ഐ മീൻ വരുന്ന ഡോളറിന്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ $0.1 ആയിരിക്കും. ഈ ഒരു വീഡിയോയിൽ 4 ടോപ്പിക്സും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മാക്സിമം ക്ലിയർ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതേപോലെ മാക്സിമം ഷോർട്ട് ആക്കി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഈ ഒരു കാര്യം ട്രേഡിംഗ് ചെയ്യാൻ ഏറ്റവും ബേസിക്കും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. സോ എല്ലാവരും നല്ല രീതിക്ക് തന്നെ കണ്ട് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാണ്ട്, നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഫ്രീ ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളാണ്. എല്ലാവർക്കും അതിൽ വന്ന് ജോയിൻ ചെയ്യാം. അതേപോലെ നമ്മൾ എടുക്കുന്ന ട്രേഡ്സിൻ്റെ അപ്ഡേറ്റ്സും നമുക്ക് അത് അറിയിക്കുന്നതായിരിക്കും. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നതുമായിരിക്കും. സോ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതിൽ ചോദിക്കാം. ഞാൻ എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും മാക്സിമം ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ ക്ലിയർ ആക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതായത് വെറും 4 എപ്പിസോഡ് മാത്രമുള്ള ഒരു മിനി സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞു. ഇനി 2, 3, 4 വെറും 3 എപ്പിസോഡ് കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. സോ നെക്സ്റ്റ് 2ാമത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.